പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ച് കാലം കൂടിയാണ് അടുത്ത ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വരികയാണ്. ദൈവികമായ കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത്. MDM വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ വഴി അത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഇനിയും വെളിപ്പെടുത്താനുണ്ട്. ഇപ്പോൾ ചാക്കോജി ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു പുതിയ ചാനൽ ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. എപ്പിസോഡ് 1 വന്നിട്ടുള്ളൂ. അതിനകത്തൊരു ഞാനും വൈഫും മോനും കൂടെ ഗർഭന്താളിൽ പോയി പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലം കാണാൻ പോയതാണ്. പരിശുദ്ധ കന്യാമറിയവും അതിനു മുമ്പിൽ സെൻറ്റ് മൈക്കിളും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവിടെ 8 പൈൻ മരങ്ങളുണ്ട്. അത് സ്പെയിനിലാണ്. സ്പെയിനിൽ ഉള്ള ഒരു ഗ്രാമമാണ് ഈ ഗർഭന്താൾ എന്ന് പറയുന്നത്. അത് 1961 മുതൽ 65 വരെ മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവിടെയുള്ള കുട്ടികൾക്ക് പിന്നെ മേരി ലോളി, കൊഞ്ചീത്ത ഗോൺസാലസ്, മേരി ക്രൂസ്, ജസീന്ത, ഇങ്ങനെ 4 പെൺകുട്ടികൾക്കായിട്ടാണ് ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തത്. അതായത് ലോകവ്യാപകമായ ഒരു മുന്നറിയിപ്പ്, ഒരു ദ ഗ്രേറ്റ് വാർണിംഗ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്, വരുമെന്ന് മാതാവ് ഈ കുട്ടികൾക്ക് വെളിപ്പെടുത്തുകയാണ്. അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് കൊഞ്ചീത്ത ഗോൺസാലസ് ആണ്. ഇന്നൊരു 76 വയസ്സോളം ഉണ്ട് ആ സഹോദരിക്ക്. അന്നൊരു 12 വയസ്സ് ഒക്കെ ഉള്ളൂ. ഈ കുട്ടികൾക്കെല്ലാം 12ഉം 11ഉം വയസ്സുള്ള കുട്ടികളായിരുന്നു, പെൺകുട്ടികൾ, സാധാരണക്കാർ കുട്ടികളാണ്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗർഭന്താളി പോയി അവിടെ താമസിച്ചിരുന്നു. അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ച് ഈ പറഞ്ഞ സ്ഥലം പോയി ഞങ്ങൾ കണ്ടു. അതാണ് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയ്ക്കകത്ത് അതാണ് കാണിച്ചിരിക്കുന്നത്. ഗർഭന്താളിലെ കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ സദയം കാണുക. എപ്പിസോഡ് 1. എപ്പിസോഡ് 2 ഇന്നിപ്പോഴത്തെ എപ്പിസോഡ് 2 ഈ കാര്യങ്ങളെപ്പറ്റി ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അതായത് ലോകവ്യാപകമായൊരു മുന്നറിയിപ്പ് അത് അടുത്ത് വരുന്നുണ്ട്. പക്ഷേ കർത്താവായ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ കൃത്യ ഡേറ്റോ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തുകയല്ല. മാതാവ് വഴിയാണ് വെളിപ്പെടുത്തുന്നത്. മാതാവ് തന്നെയാണ് അവസാനത്തെ പ്രവാചിക. പക്ഷേ ഇങ്ങനെയുള്ള എല്ലാ ഡേറ്റ് ഒന്നും പറയത്തില്ല. ഇതെന്താ സംഭവിക്കുന്നത്? ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ടല്ലോ കർത്താവിൻ്റെ വരവെന്നാണെന്ന്. അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ലെന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. വചനത്തിലേക്ക് വരുമ്പോൾ ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. ഒന്നുകൂടെ ആവർത്തിക്കാമേ. ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനം. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും നേരത്തെ വെളിപ്പെടുത്തി തരും. ആരെങ്കിലും വഴി വെളിപ്പെടുത്തും, പ്രവാചകന്മാർ വഴി. പക്ഷേ അവസാനത്തെ പ്രവാചികയായ പരിശുദ്ധ അമ്മ വഴി തന്നെയാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ കുട്ടികൾ വഴിയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് വിശുദ്ധ പത്രോബിയോയ്ക്ക് ഈ കാര്യങ്ങൾ അറിയാം. വിശുദ്ധ പത്രോബിയോ മരിച്ചത് 1968 അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. അദ്ദേഹം ഈ വരുന്ന ഈ ഗ്രേറ്റ് വാർണിംഗ് കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. ദർശനത്തിൽ കൂടെ അദ്ദേഹത്തിന് ദൈവം കർത്താവ് കാണിച്ചു കൊടുത്തു. പക്ഷേ വിശുദ്ധ പത്രോബിയോ മരിച്ചു പോയല്ലോ. ഇനി ഈ കുട്ടികൾക്ക്, ഈ 4 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇന്നവർ 76ഉം 75ഒക്കെ വയസ്സുള്ള സ്ത്രീകളാണ്. ഉദാഹരണത്തിന് കൊഞ്ചീത്ത ഗോൺസാലസ് ഇപ്പോൾ ന്യൂയോർക്കിൽ ഒരു കുടുംബമായിട്ട് ജീവിക്കുകയാണ്. മക്കളൊക്കെ ഉണ്ട്, മക്കളും ഭർത്താവും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഒരു കുടുംബജീവിതമാണ് അവർ നയിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കൊഞ്ചീത്തായ്ക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം. ആദ്യം സംഭവിക്കുന്നത് ഒരു ഈ പറഞ്ഞ പോലെയുള്ള ഒരു ഗ്രേറ്റ് വാർണിംഗ് ആണ്, ലോകവ്യാപകമായൊരു മുന്നറിയിപ്പ്. അതിനുശേഷം വിത്തിൻ 1 ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ ഗ്രേറ്റ് മിറാക്കിൾ അതും സംഭവിക്കും. അത് ഈ ഗർഭന്താളിൽ തന്നെ. ഞങ്ങൾ പോയി കണ്ട ആ സ്ഥലം, ആ പൈൻ മരങ്ങളൊക്കെ നിങ്ങളത് കാണുക. എപ്പിസോഡ് നോക്കി, 1-ാമത്തെ എപ്പിസോഡ് നോക്കിക്കഴിയുമ്പോൾ അതെല്ലാം ഒന്ന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാനും വൈഫും എൻ്റെ മോനും ഉണ്ട് അതിനകത്ത്. അതുകൂടാതെ സ്പെയിനിൽ തന്നെയുള്ള കുറച്ച് ഭക്തരവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ 2 മരങ്ങളിൽ, 8 പൈൻ മരങ്ങളിൽ ഒരു പൈൻ മരത്തിൽ മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. മറ്റേ പൈൻ മരത്തിൽ സെൻറ്റ് മൈക്കിളിൻ്റെ രൂപമാണ് വെച്ചിരിക്കുന്നത്. ആദ്യം സാധാരണഗതിയിൽ സെൻറ്റ് മൈക്കിൾ പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ശേഷമേ
മാതാവ് വരാറുള്ളൂ. അത് എവിടെയും പ്രത്യക്ഷപ്പെടുമ്പോൾ അങ്ങനെ. ഫാത്തിമയിലും അങ്ങനെ തന്നെയായിരുന്നു. ഫാത്തിമ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പിൽ തന്നെ മാലാഹ പ്രത്യക്ഷപ്പെട്ട് ഈ കുട്ടികളോട്, അന്നത്തെ അറിയാവില്ല ആരൊക്കെയാന്ന്, അത് പിന്നെ ലൂസി, ജസീന്ത, ഫ്രാൻസിസ്, ആ 3 പിള്ളേർക്ക് പ്രത്യക്ഷപ്പെട്ട്. മാതാവ് സാധാരണ പ്രത്യക്ഷപ്പെടുന്ന കുട്ടികൾക്കാണ്, കാരണം അവർ ഹൃദയ നൈർമല്യമുള്ളവരാണ്. അതുകൊണ്ട് അത് തന്നെ ആയിരിക്കണം എൻ്റെ കാരണം. ഇല്ലെങ്കിൽ അതുപോലെ വിശുദ്ധരായ ആൾക്കാർക്കായിരിക്കും മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. ഏതായാലും ഒരു കാര്യം, ഇങ്ങനെയായിരിക്കും ഈ ഗ്രേറ്റ് വാർണിംഗ്, അല്ലെങ്കിൽ ഈ ഗ്രേറ്റ് വാർണിംഗ് കേട്ടോ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകവ്യാപകമായി മുന്നറിയിപ്പ് സംഭവിക്കുന്നത് അന്നൊരു ദിവസം ഉച്ചയോടുകൂടിയാണെന്നാണ് പറയുന്നത്. ലോകമെല്ലാം പെട്ടെന്ന് നിശ്ചലമാകും, ലോകം ഇരുണ്ടു പോകും. അതുപോലെ തന്നെ പിന്നെ ആകാശമെല്ലാം ചുമന്നു വരും. അപ്പോൾ 2 ഉൽക്കകൾ വന്ന് കൂട്ടിയിടിക്കുമെന്നാണ് പറയണത്. അപ്പോൾ ആ ഉൽക്കകൾ കൂട്ടിയിടിക്കുന്ന വലിയ ഷോക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ വലിയ മനുഷ്യരെ പേടിച്ച് പോകും, ഭയന്ന് പോവുകയല്ലേ. ഈ കാര്യങ്ങൾ അറിയാവുന്നവർ പോലും ഭയന്ന് പോകും. അപ്പോൾ നമ്മൾ നല്ല ഗ്രേസിൽ ഇരിക്കണമെന്നുള്ളതാണ് മാതാവ് പറഞ്ഞിരിക്കുന്നത്. നല്ല ഗ്രേസിലിരിക്കണം. അപ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞ് പിന്നെ ആകാശത്തിൽ ഈശോയുടെ കുരിശ് തെളിഞ്ഞു വരും. ആ കുരിശിന്മേൽ ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ആ അവസ്ഥയിലാണ് നമ്മൾ കർത്താവിനെ കാണുന്നത്. അപ്പോൾ കർത്താവ് ഓരോ മനുഷ്യരോടും, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ്, ജാതി മത ഭേദമന്യേ എല്ലാവരോടും സംസാരിക്കും. 7 വയസ്സിന് മുകളിലുള്ള എല്ലാവരോടുമാണ് ഈശോ അപ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ സാധാരണ ഒരു സംസാരമല്ല. നമുക്ക് നമ്മുടെ ആത്മാവിനെ കാണത്തക്ക രീതിയിൽ ഈശോ കാണിച്ചു തരും. നമ്മുടെ ആത്മാവിനെ പാപഭംഗിലമായൊരു ആത്മാവാണെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തികളും നന്മതിന്മകൾ രണ്ടും കാണിച്ചു തരും. മനുഷ്യർ പേടിച്ച് വിറച്ചു പോകും. എന്നാൽ നല്ല ഗ്രേസിലിരിക്കുന്നവർക്ക് ഒരു ഭയവും ഉണ്ടാകത്തില്ലെന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് മരിച്ച് പോകുന്ന ആത്മാക്കൾ, ഉദാഹരണം ഗ്രേസിലല്ലെങ്കിൽ അവരുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മളത് ഗ്രേസിൽ ജീവിക്കാൻ മാതാവ് പ്രത്യേകം നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ പല പ്രാവശ്യമായിട്ട് പലരും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രായമായതിന് ശേഷം അവർ ഇൻ്റർവ്യൂ ചെയ്തു. ചില ഇൻ്റർവ്യൂകളൊക്കെ ഞാൻ പിന്നെ വീഡിയോകൾ കണ്ടായിരുന്നു. ഈ കൊഞ്ചിത ഗോൺസാലസിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പല വീഡിയോകളും ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ കാര്യങ്ങളെല്ലാം അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇംഗ്ലീഷൊക്കെ ഇപ്പോൾ അറിയാം. അവർ സ്പാനിഷാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷൊക്കെ അറിയാം. ഇപ്പോൾ അവർ ഇംഗ്ലീഷിലെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം ഈ സംഭവം നടക്കുന്ന സമയത്ത് എല്ലാ മനുഷ്യർക്കും അവരവരുടെ ആത്മാവിനെ കാണാൻ പറ്റും. എല്ലാം നിശ്ചലമാണ് കേട്ടോ. മുകളിൽ കൂടി പറന്നു പോകുന്ന എയർക്രാഫ്റ്റുകളും താഴെക്കൂടെ പോകുന്ന ട്രെയിനുകളും എല്ലാം കംപ്ലീറ്റ് നിശ്ചലമായി പോകും. 15 മിനിറ്റ് നേരത്തേക്കേ ഉള്ളൂ. എങ്കിലും അത് നമുക്കൊക്കെ ഒരു 3 മണിക്കൂർ നേരം ഉള്ള ഒരു ദൈർഘ്യം തോന്നും. അപ്പോൾ ഈ 15 മിനിറ്റ് കഴിഞ്ഞ് നിന്ന് പോകും. ഈശോയും അപ്രത്യക്ഷമാകും. പക്ഷേ നമുക്ക് വലിയൊരു ഗ്രേസാണ്. അതുകൊണ്ട് മില്യൺസ് ആൻഡ് ഈവൻ ബില്യൺസ് ഓഫ് ആത്മാക്കൾ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. മാനസാന്തരപ്പെടും. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ്. ക്രിസ്ത്യാനികൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും, എല്ലാ നാനാജാതി മതസ്ഥരും അവിടെ മാനസാന്തരത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ വചനം എത്തുകയാണ് അന്നേരം, എല്ലാവരിലേക്കും എത്തുക എന്നുള്ളതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ. ആ വചനം എല്ലാവരിലും എത്തിയിട്ടേ ലോകത്തിൻ്റെ കർത്താവിൽ രണ്ടാമത്തെ വരവ് ഉള്ളൂ. രണ്ടാമത്തെ വരവും മതപണ്ഡിതന്മാരും അതായത് വൈദികർ, നല്ല വിശുദ്ധിയിലിരിക്കുന്ന വലിയ നല്ല ആത്മാക്കളുണ്ട് ഈ ഭൂമിയിൽ തന്നെ കേട്ടോ. അവരൊക്കെ അത് തന്നെയാണ് പറയുന്നത്. ഈ രണ്ടാമത്തെ വരവും അടുത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ ഒരുങ്ങി ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ആ ഗർഭന്താളൊക്കെ ഒന്നുകൂടെ കാണിച്ചു തരാമെന്ന് വെച്ചത്. അപ്പോൾ ആ ഗർഭന്താളിൽ തീർച്ചയായിട്ടും അത് പിന്നെ വലിയൊരു സംഭവമാണത് കേട്ടോ. ഈ രണ്ടാമത്തെ പിന്നെ ദ ഗ്രേറ്റ് മിറാക്കിൾ സംഭവിക്കുമ്പോൾ ലോകവ്യാപകമായൊരു അത്ഭുതം നടക്കും. അവിടെയാണ് ആ പറഞ്ഞ ആ പൈൻ മരത്തേലാണ് അത് നടക്കുന്നത്. അത് പക്ഷേ ഇറ്റ് ക്യാൻ ബി ടെലവൈസ്ഡ്, പക്ഷേ ഇറ്റ് ക്യാൻ നോട്ട് ബി ടച്ച്ഡ് എന്നാണ് മാതാവ് പറഞ്ഞത്. അത് പിന്നെ ടെലിവിഷൻ കൂടി എടുക്കാൻ പറ്റും. ദൂരത്തിലിരിക്കുന്ന എല്ലാവർക്കും, ഉള്ള എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. പക്ഷേ അത് സ്പർശിക്കാൻ പറ്റത്തില്ല. പക്ഷേ അനേകർക്ക് രോഗശാന്തി വരികയാണ്. അവിടെ വരുന്ന
എല്ലാവർക്കും രോഗശാന്തി കൊടുക്കുമെന്നാണ് മാതാവ് പറഞ്ഞിരിക്കുന്നത്. ദൂരെ ഇരിക്കുന്നവർക്കും രോഗശാന്തി കിട്ടണം. തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ രോഗശാന്തി നമുക്കും കിട്ടും. അത് തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുക. ലോകവ്യാപകമായ മുന്നറിയിപ്പ്. പിന്നെ ഒരു കാര്യമുണ്ട്, 7 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇതിന് കാണാൻ പറ്റുള്ളൂ. 7 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുകയും ഈ സംഭവം നടക്കുമ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുള്ള ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് മാതാവ് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകവ്യാപകമായ മുന്നറിയിപ്പിനെ നേരിടുവാനുള്ള കൃപയും അനുഗ്രഹവും തരണമേ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ യാചിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ കാര്യങ്ങൾ ഞാൻ ഉത്ബോധിപ്പിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ നിസ്സാരമായിട്ട് കാര്യങ്ങൾ കാണരുത്. ഇത് വളരെ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ എടുക്കണമെന്ന് യാചിച്ചുകൊണ്ട് നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീസിൽ എന്നേക്കും ആമേൻ.